ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു 8.0. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പാരലാക്സിസ് തിയറം എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും അതുപോലെ തന്നെ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ടാവും. അതായത് പോയിൻറ്റ് മാസമായിട്ട് നമുക്കതിനെ പറയാൻ പറ്റും. ആ രീതിയിൽ നമുക്കതിനെ M1, M2, Mn ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോഡീൻ്റെ ടോട്ടൽ മാസ് നമുക്ക് M1 പ്ലസ് M2 പ്ലസ് അങ്ങനെ Mn വരെ പ്ലസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇതിന് സമീഷൻ നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സമീഷൻ i = 1 to n mi എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് ടേമുകളുണ്ട്. ഈ സമീഷൻ നൊട്ടേഷനെ കൊണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ i ടേമിനെ കൊണ്ടെന്നാണ് മീൻ ചെയ്യുന്നത്. ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ സമീഷൻ i = 1 to n കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഐയുടെ വാല്യൂ 1 തൊട്ട് n വരെ നീണ്ടുപോകും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഐയുടെ വാല്യൂ 1 ആവാം, n ആവാം, അതുപോലെ തന്നെ 1നും n-നും അടക്കമുള്ള ഏത് ടേമുകളും ആവാം. അതായത് ഇവിടെ ഐയുടെ വാല്യൂ 1, 2, 3 അങ്ങനെ n ടേം വരെ പോകും. n-നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫിനിറ്റി ടേം എന്നാണ് അർത്ഥം. അതിനുശേഷം ഇവിടെ സമീഷൻ നൊട്ടേഷനിൽ എഴുതുമ്പോൾ സമീഷൻ i = 1 to n into mi എന്ന് എഴുതുന്നത്. ഇതിൽ i എന്നുള്ള ടേമിനെ കൊണ്ടെന്നാൽ മീൻ ചെയ്യുന്നത് വെച്ചാൽ ഐൻ്റെ വാല്യൂകൾ 1 തൊട്ട് n വരെയുള്ള ഏത് നമ്പറും ആകാമെന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ഐയുടെ വാല്യൂ 1 ആയാൽ, അതായത് സമീഷൻ i = 1 ആയാൽ അതിൽ നമുക്ക് M1 മാസ് കിട്ടും. അപ്പം M1 എന്ന് എഴുതാം. അതുപോലെ തന്നെ സമീഷൻ i = 2 ആയാൽ നമുക്ക് M2 = M2 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ സമീഷൻ i = 1 to n എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഐയുടെ വാല്യൂ 1 തൊട്ട് n വരെയുള്ള എല്ലാ ടേമും വരാം. അതായത് M1 പ്ലസ് M2 പ്ലസ് അങ്ങനെ എക്സെട്ര പ്ലസ് Mn ആ രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടെ സമീഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ കുറേ വാല്യൂസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതുമ്പം അത് വലുതായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ചുരുക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സമീഷൻ. ഇതൊരു ഗ്രീക്ക് ലെറ്റർ വെച്ചിട്ടാണ്, അതായത് സിഗ്മ എന്നുള്ളൊരു ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സമീഷനുള്ള നൊട്ടേഷൻ എഴുതുന്നത്. ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ മാസിനെ, അതായത് ഒരു ബോഡിയുടെ ടോട്ടൽ മാസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു സൈൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലസിലെ ഒരു പാർട്ടാണ് ഇൻ്റഗ്രേഷൻ. അതിൽ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി നമുക്ക് എഴുതുകയാണെങ്കിൽ ഇൻ്റഗ്രൽ dx എന്ന് എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ dm എന്ന് എഴുതാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ മാസ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മാസ് പോയിൻ്റ് ആയിട്ടോ മാസ് എലമെൻറ്റുകളായിട്ടോ നമുക്ക് പ്രസ്താവിക്കാൻ പറ്റില്ല. നേരത്തെ കുറേ മാസുകൾ ചേർന്നിട്ടാണ് ഒരു ബോഡി ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. ആ ബോഡീൻ്റെ ഏത് ഭാഗം എടുത്താലും അതിലൊരു മാസ് എലമെൻ്റ് അല്ലെങ്കിൽ മാസ് പോയിൻ്റ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അതൊരു യൂണിറ്റിൽ dm എന്ന് പറഞ്ഞൊരു എലമെൻറ്റ്, അതായത് ഒരു മാസിൻ്റെ ഒരു ഭാഗം പാർട്ട് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അഥവാ മാസ് പോയിൻ്റ് ആയിട്ടോ മറ്റ് രീതികളിലോ പറയാൻ പറ്റൂല. ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടിലേക്ക് കിടക്കുക. അതായത് എന്താണ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം പോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറം കൂടി ഫിസിക്സിലുണ്ട്. റൊട്ടേഷൻ മോഷനിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം ഡെറൈവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ ഡെറിവേഷൻ നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് കൂടെ, അതായത് മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു ബോഡി, അതായത് ഏതൊരു ബോഡിയും ഏത് ഡൈമെൻഷനിലെ ബോഡി ആയാലും അത് റൊട്ടേഷണൽ മോഷനിലാണെങ്കിൽ അതിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ ബോഡീൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻസ് വ്യത്യസ്തമായിരിക്കും. അത് നമുക്ക് പലതരത്തിൽ ഡെറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു ബോഡീൻ്റെ ഏതെങ്കിലും ഒരു ആക്സിസിലേക്ക് കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഉപയോഗിച്ചിട്ട് ബോഡീൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ബോഡിയുടെ പുറത്തോ ആയിട്ട് വരുന്ന ഏത് ഭാഗത്തിലുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഇക്വേഷൻ്റെ, അതായത് ഈ ഒരു തിയറത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി വൈകിക്കുന്നില്ല, നമുക്ക് നേരെ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് വേണ്ടത്. അതായത് i = mr² എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇതിൽ m മാസിനെയും r റേഡിയസിനെയാണ് സൂചിപ്പിക്കുക നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ മാസായിട്ട് m-ഉം, അതായത് ക്യാപിറ്റൽ ലെറ്റർ m, പിന്നെ റേഡിയസ് ആയിട്ട് k എന്ന് പറയുന്ന ഒരു ലെറ്ററും വെച്ചിട്ടാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതായത് റേഡിയസ് ഫ്രം ദ ആക്സിസ്. അതായത് നമ്മൾ ഒരു ബോഡീൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു മാസ് എടുത്ത് കഴിഞ്ഞാൽ, ഇത് ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ബോഡിയാണ്. അതിലൊരു മാസ് m എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആക്സിസ് നിന്നും, അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ സെൻട്രൽ ആക്സിൽ വഴിയാണെങ്കിൽ ആ സെൻട്രൽ ആക്സിസ് നിന്ന് ആ മാസ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ k എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ i = m × k² എന്നാകും. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബോഡിയുടെ സെൻട്രൽ മാസിലേക്ക് കൂടിയാണ്
ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നെടുത്ത ഇക്വേഷനിൽ ഐക്ക് പകരം ഐ സി എം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് സെൻറ്റർ ഓഫ് മാസിലേക്കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്നത് നമുക്ക് എന്ത് കിട്ടി, എം ഇൻറ്റു കെ സ്ക്വയർ എന്ന് കിട്ടി. അതിനുശേഷം ഇവിടെ നമുക്കൊരു റേഡിയസ് കിട്ടിയിട്ടുണ്ട്, അതായത് കെ എന്ന് പറഞ്ഞൊരു റേഡിയസ്. അതിന് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേഡിയസ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ബോഡി എടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ ആക്സിസ് നമ്മൾ വരച്ചിട്ട് ആ സെൻട്രൽ ആക്സിസിൽ നിന്ന് അതേ ബോഡിയുടെ ഏതെങ്കിലും ഒരു മാസ് പോയിന്റ് എടുത്തിട്ട് ആ മാസ് പോയിന്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കിയാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഐ സി എം ഈക്വൽ ടു എം ഇൻറ്റു കെ സ്ക്വയർ നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കെയുടെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. കെ സ്ക്വയർ ഈക്വൽ ടു ഐ സി എം ഡിവൈഡഡ് ബൈ മാസ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ സി എം ഡിവൈഡഡ് ബൈ എം നമുക്ക് എഴുതാം. ഈ ഒരു സമവാക്യം വെച്ചിട്ട് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞ ബോഡിയിൽ സെൻട്രൽ ആക്സിസിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു മാസ് പോയിന്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമാണ് എന്തായിട്ട് എടുക്കുക, നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിട്ട് എടുക്കുക. അല്ലാതെ സെൻട്രൽ ആക്സിസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ആക്സിസിൽ നിന്ന് ഏതോ ഒരു മാസ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിന് റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് പാരലാക്സിസ് തിയറം എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് പാരലാക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് ഒരു ബോഡിയിലേക്കൂടിയുള്ള ഏതെങ്കിലും ഒരു ആക്സിസിലേക്കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അതേ ബോഡിയിൽ തന്നെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ ആധാരമാക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി എന്തിലേക്ക് കടക്കാം, ഈ ഒരു ഡെറിവേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത് വെച്ചാൽ പാരലാക്സിസ് തിയറം പ്രകാരം അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഐ ഈസ് ഈക്വൽ ടു ഐ സി എം പ്ലസ് എം ഇൻറ്റു എ സ്ക്വയർ എന്നാണ്. ഇവിടെ ഓരോ ടേമും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഐ ആണ്. ഇവിടെ ഐ എന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ്. അതായത് ഒരു ബോഡീൻ്റെ തന്നെ ഏതോ ഒരു ആക്സിസിലേക്കൂടെ ആ ആക്സിസിലേക്കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ആക്സിസിലേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ് നമ്മൾ എന്തെടുക്കുക, ഐ ആയിട്ട് എടുക്കുക. ഇനി ഐ സി എം ആക്കിയിട്ട് എടുക്കുന്നത് ഒരു ബോഡീൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പം കുറേ ബോഡികളുണ്ട്, ഓരോ ഡൈമെൻഷനനുസരിച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഡെറിവേഷനെ പറ്റിയിട്ടുള്ള പുതിയൊരു വീഡിയോ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ മാസ് എമ്മിനെ കൊണ്ട് യൂസ് ചെയ്യുന്നത് മാസ്സാണ്. അതായത് ഒരു ബോഡീൻ്റെ ടോട്ടൽ മാസ് നമ്മൾ എടുക്കുന്ന ബോഡീൻ്റെ, അതായത് റൊട്ടേഷന് വിധേയമാകുന്ന ബോഡീൻ്റെ മൊത്തം മാസ്. പിന്നെ എ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് എനി അതർ ആക്സിസ്. നമ്മളിവിടെ എടുക്കുന്ന ഒരു ആക്സിസും അതേപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുള്ള ആ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇനി നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ടേംസൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുക ഫിഗർ നൊട്ടേഷനിൽ. ഇവിടെ ഒരു ബോഡി കൺസിഡർ ചെയ്തിട്ട് അതിലൊരു സെൻട്രൽ ആക്സിസ് വരച്ചിട്ട് അതിലേക്ക് ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ ഐ സി എം എന്ന് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അതിലൊരു മാസിനെ എം ആയിട്ടും ഒരു ഡിസ്റ്റൻസിന് എക്സ് ആയിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് സെൻട്രൽ ആക്സിസിൽ നിന്ന് ആ മാസ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതിനുശേഷം കുറേ ആക്സിസ് നമ്മൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ആക്സിസിൽ നിന്ന് സെൻട്രൽ ആക്സിസിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് നമുക്ക് സ്മോൾ ലെറ്റർ എ എന്ന് എടുക്കുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്ന ടേം എ. പാരലാക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ആക്സിസിലേക്കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ആക്സിസ് തൊട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്മോൾ മാസ് എലമെൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എക്സ് പ്ലസ് എ എന്ന് വിളിക്കാം. അതിനുശേഷം നമുക്ക് ഡെറിവേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. മാസ് എം എന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് മാസിന് എം എന്നും ഡിസ്റ്റൻസിന് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്നാണ് എടുക്കേണ്ടത്. അതായത് ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ ആർ ഈക്വൽ ടു എക്സ് പ്ലസ് എ നമ്മൾ എടുത്തു. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഡിസ്റ്റൻസ് ആയിട്ട് വരേണ്ടത് എക്സ് പ്ലസ് എ ആണ്. കാരണം മാസിന്ന് നമുക്ക് ഏത് ആക്സിസിലേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നത് ആ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെ വേണം നമ്മളിവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ആർ ഈക്വൽ ടു എക്സ് പ്ലസ് എ ആയത്. അതിനുശേഷം സമീഷൻ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് ഐ ഈക്വൽ ടു സമീഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n ഇൻറ്റു എം ഇൻറ്റു എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ആ ഒരു ടേം വെച്ചിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്ന ടേം കിട്ടും. അതിനുശേഷം സമീഷൻ നൊട്ടേഷനെ ഉള്ളിലേക്ക് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സമീഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n എം എക്സ് സ്ക്വയർ പ്ലസ് സമീഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n എം എ സ്ക്വയർ പ്ലസ് സമീഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n എം എ സ്ക്വയർ എം എ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 2 എന്നുള്ളൊരു ടേം ഞാൻ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. ഏത് രീതിയിൽ വന്നാലും, അതായത് ഇവിടെ 2 ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ സമീഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n എം ഇൻറ്റു എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞൊരു ടേം 0 ആയി പോകും. അപ്പോൾ അതിന് പ്രത്യേക ഒരു റീസണും കൂടിയുണ്ട്. പക്ഷേ അതിനെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടുപിടിക്കുക. അതിനുശേഷം അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാകും. പിന്നെ ഇവിടെ ബാക്കിയുള്ള ടേംസ്, അതായത് സമീഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n എം എക്സ് സ്ക്വയറും പ്ലസ് സമീഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n എം എ സ്ക്വയറും നമുക്ക് ഐ ഈക്വൽ ടു എം എക്സ് സ്ക്വയർ പ്ലസ് എം എ സ്ക്വയർ എന്ന് എഴുതാം. അതിനുശേഷം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ബോഡീൻ്റെ ഐ സി എം സെൻറ്റർ ഓഫ്
മാസിലേക്ക് കൂടിയുള്ള ആ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കണക്കാക്കിയാൽ നമുക്ക് m × x² എന്നാണ് കിട്ടുക. അതായത് ഇവിടെ mx² എന്നുള്ള ടേമിന് പകരം നമുക്ക് ICM എന്നുള്ള ടേം ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ I = ICM + m × a² എന്ന് പറഞ്ഞൊരു സമവാക്യം നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ x എന്നുള്ളൊരു ടേം ഇവിടുത്തെ റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നെയാണ്. കാരണം ആ ഡിസ്റ്റൻസ് സെൻട്രൽ ആക്സിസ് എന്നുള്ളൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതാണ് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് പറയുന്നത്. നമുക്ക് ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലേക്ക് കൂടിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അറിയുകയാണെങ്കിൽ അതേ ബോഡിയിലെ ഏതൊരു ആക്സിസ് എടുത്തു കഴിഞ്ഞാലും ആ ആക്സിൻ്റെ ഉള്ളിലാകട്ടെ പുറത്താകട്ടെ അതിലേക്കുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് I = ICM + m × a² എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടേംസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു എപ്പിസോഡിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൽ നല്ല കണ്ടൻറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡൈമെൻഷനിലുള്ള ഒബ്ജക്റ്റുകളുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ കൂടെ പുതിയൊരു അറിവുമായി വീണ്ടും തിരിച്ചെത്തുന്നതുവരെ സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാക്കര സൈനിങ് ഓഫ്.